കനത്ത മഴയിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ കുഴിയോടിപ്പടി നിവാസികൾ. പ്രദേശത്ത് 2 വർഷം മുൻപ് ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. പുതിയ പാലം നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനത്തിന്റെ പേരിൽ മുൻപുണ്ടായിരുന്ന പാലം പൊളിച്ചതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കിയത്. കുഴിയോടിപ്പടിയിൽ മുൻപ് ഇടുങ്ങിയതെങ്കിലും സുരക്ഷിതമായ ഒരു പാലമുണ്ടായിരുന്നു. കൂടുതൽ വീതിയുള്ള പാലം നിർമ്മിച്ചു നൽകാമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ഈ നാട്ടുകാർ പഴയ പാലം പൊളിച്ചത്. എന്നാൽ പുതിയ പാലം യാഥാർത്ഥ്യമായില്ല. കനത്ത പേമാരിയിൽ പുഴയ്ക്കപ്പുറം കടക്കാൻ താൽക്കാലികമായി ഉണ്ടാക്കിയ മരപ്പാലവും ഒലിച്ചുപോയതോടെ നിസ്സഹായരാവുകയാണ് പ്രദേശവാസികൾ. ഒരു തടിപ്പാലം അവിടെ ഇട്ടേക്കുന്നത്. ആ തടിപ്പാലത്തെ കൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. പള്ളിയിൽ പോകാനോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഒരു വഴിയില്ല ഞങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പാലത്തിൻ്റെ ബാക്കിയുള്ള പണികൾ അതിനുള്ള ഫണ്ടിടുകയും അടിയന്തരമായിട്ട് ഈ പണി ഞങ്ങൾക്ക് തീർത്തു തന്ന് ഞങ്ങളെ ഈ നാട്ടിലുള്ളവരെ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഈ ഉരുളുപൊട്ടിയും വെള്ളത്താലും ഞങ്ങളെല്ലാം നശിച്ചു പോകും. മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ച 35 ലക്ഷം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തിയാക്കാമെന്നായിരുന്നു വാഗ്ദാനം. മണ്ണ് പരിശോധനയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു. 13 ലക്ഷം രൂപ കൂടി കാഞ്ചിയാർ പഞ്ചായത്ത് അനുവദിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയതോടെയാണ് പഴയ പാലം പൊളിച്ചത്. നിർമ്മാണം ആരംഭിച്ചപ്പോൾ അടിത്തട്ടിൽ കൂടുതൽ പാറയുടെ സാന്നിധ്യം കണ്ടെത്തി. 74 ലക്ഷം രൂപയായി എസ്റ്റിമേറ്റ് ഉയർന്നു. ഇതോടെ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തോട് ചേർന്ന് ഫണ്ട് കണ്ടെത്തുകയും തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ള ഒരുക്കം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ ഡിസൈനും തെറ്റാണെന്നും ആ ഡ്രോയിങ്ങും മാറ്റണമെന്നും ഉള്ള ഒരു വാശി പിടിച്ച് അവർ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള ചെലവ് 1 കോടി രൂപ ആയിട്ട് മാറി. പുതിയ പാലത്തിനായി അടിത്തറയും തൂണുകളും ഭാഗികമായി നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ പണി പൂർത്തിയാക്കാൻ ഫണ്ടില്ല. ജനപ്രതിനിധികൾ കൈമലർത്തുമ്പോൾ കുഴിയോടിപ്പടിക്കാർ യാത്രാ ദുരിതത്തിലാണ്. മീഡിയ 1 ഇടുക്കി.